ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഫോയുടെ അമ്മ പറഞ്ഞ പ്രകാരം ഹോസ്പിറ്റലിലെത്തിയ പെന്നിയെ കെട്ടിയിട്ടിട്ട് അവൾ അബോർട്ട് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. അവളാണെങ്കിൽ അവൻ്റെ അമ്മയോട് ഒരു 100 തവണയെങ്കിലും പറഞ്ഞു കാണും ഇത് അവൻ്റെ കുഞ്ഞു തന്നെയാണെന്ന്. വിശ്വാസം വരുന്നില്ലെങ്കിൽ അവനെ വിളിച്ച് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട് അവൾ. അങ്ങനെ അവൻ്റെ അമ്മ ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ വൈഫ് ഷെൻ മിയാങ് പ്രഗ്നൻ്റ് ആണ്. അമ്മ എന്നിട്ട് ഫോൺ സ്പീക്കറിലിടും. അപ്പോൾ അവൻ പറയും, ആ ഷെൻ മിയാങ്ങിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് പോലുമില്ല. അമ്മ കോൾ കട്ട് ചെയ്തിട്ട് അവളോട് പറയും, കണ്ടില്ലേ അവൻ പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങളുടെ രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് ഡോക്ടറോട് ഇഞ്ചക്ഷൻ ഇടാനായിട്ട് പറയും. അവൾ ഒരുപാട് തവണ ശ്രമിച്ച് നോക്കുന്നുണ്ട്, വേണ്ട അരുത് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അമ്മ പറയുന്നത് കാരണം ഡോക്ടർ അങ്ങനെ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ലിയാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ ഓടി വന്ന് ഇവളെ രക്ഷിക്കും. അവനങ്ങോട്ടേക്ക് വരുന്നതിന് കാരണം ഇവൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ലിയാങ്ങിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോയുടെ അമ്മ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്കതൊരു ട്രാപ്പായിട്ടാണ് തോന്നുന്നത്. അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൾ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് ലിയാങ്ങിന് അയച്ചു കൊടുക്കും. അവിടേക്ക് അവനെ വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഫൂ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയും, ഞാൻ നിന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഞാൻ എത്രമാത്രം വറി ചെയ്തു എന്ന് നിനക്കറിയാവോ എന്നൊക്കെ ഫൂ പറയുന്നുണ്ട്. അവളുടെ മുഖം ഒരുപാട് സാഡായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ചോദിക്കും, എന്ത് പറ്റി, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ. മിയാൻ പറയും, നിന്റെ വൈഫ് ഷെൻ മിയാൻ പ്രഗ്നൻ്റ് ആണ്, എന്നിട്ട് നീ എന്നെക്കുറിച്ചാണോ കെയർ ചെയ്യുന്നത്? അപ്പോൾ ഫൂവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അവൾ നിന്നോട് ഈ കാര്യം പറഞ്ഞോ? അവൾ എന്ത് ദുഷ്ടയാണെന്ന് നിനക്കറിയാമോ? എന്നിൽ നിന്നും ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? ഫൂ എന്നിട്ട് പെന്നിയെ പിടിച്ചിട്ട് പറയും, പെന്നി, ഞാൻ അവളുമായിട്ട് അങ്ങനെ യാതൊരു ബന്ധവുമില്ല. അവളുടനെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയും, ഷെൻമിയാന് എന്ത് തന്നെ സംഭവിച്ചാലും നീ അവളെ ഇഗ്നോർ ചെയ്യോ? അവൾ നിന്റെ കൺമുന്നിൽ കിടന്ന് മരിച്ചാൽ പോലും നീ അവളടുത്തോട്ട് പോകത്തില്ലേ? അപ്പോൾ ഫൂ തിരിച്ചു പറയും, ഈ പറയുന്ന ഷെൻമിയാൻ എന്ന് പറയുന്ന ഒരു സ്കീമിങ് ഗേളാണ്. അവൾ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അവളുടെ ട്രാപ്പിൽ നീ പോയി വീഴരുത്, ഓക്കെ? അവളാണെങ്കിൽ ആകെ ദേഷ്യവും വിഷമവും കൂടി കലർന്ന ഒരു സിറ്റുവേഷനിലാണിപ്പോൾ. അവൾ പറയും, ഇനിയും നീ എന്നെ നാണം കെടുത്താനായിട്ട് നിൽക്കേണ്ട, ചിലപ്പോൾ അത് നിൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവൻ അവളുടെ കൈ പിടിക്കുന്നുണ്ട്. അവളുടനെ ദേഷ്യത്തിൽ എന്നെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിറ്റേ ദിവസം ഫൂയുടെ ഫോണിലേക്ക് പെന്നി മെസ്സേജ് അയക്കും, നാളെ മുതൽ ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. അവൻ എന്നിട്ട് അവൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയും, ഷെൻ കുടുംബമായിട്ടുള്ള എന്ത് സാമ്പത്തിക ഇടപാടും ഇതോടെ നിർത്തണം. പിന്നെ പറ്റുമെങ്കിൽ ഗ്രാൻഡ് പേയുടെ കോണ്ടാക്റ്റ്, അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അതും കട്ട് ചെയ്ത് കളയണം. സെക്രട്ടറി പറയും, ഫൂ നീ കുറച്ച് ക്രൂവലാവുന്നില്ലേ? ഫൂ പറയും, അവളാണ് ഇത് തുടങ്ങി വെച്ചത്. സെക്രട്ടറി വീണ്ടും ചോദിക്കും, എന്താ പ്രശ്നം? ഫൂ പറയും, നീ ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞത് ചെയ്താൽ മതി. ഷെൻമിയാൻ്റെ അച്ഛന് കോള് വരും, ഫൂ ഫൗണ്ടേഷൻ ഇവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ക്ലോസ് ചെയ്തു, ഇനി ഫണ്ടിങ് അവൈലബിൾ ആയിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അതേസമയം പെന്നി അവിടേക്ക് വരുന്നുണ്ട്, അതായത് ഷെൻമിയാൻ. അവൾ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇവളുടെ അച്ഛൻ ഓൾറെഡി ബാഡ് കണ്ടീഷനിലാണ്, ഷോക്കിംഗ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം അയാൾ കേട്ടു, അത് കാരണമാണ് പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണത്. അവളുടെ അച്ഛൻ്റെ കണ്ടീഷൻ അത്ര നല്ലതല്ല, അതുകൊണ്ട് മെൻ്റലി പ്രിപ്പയർ ആയി ഇരിക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതേസമയം അവൾക്കൊരു കോള് വരും, അത് ഫൂയുടെ അമ്മയാണ്. വീണ്ടും വിളിച്ചിട്ട്, എൻ്റെ മകൻ്റെ കൂടെ ഇപ്പോഴും നിനക്ക് നിൽക്കാൻ നാണോ ഇല്ലേ, എത്രയും പെട്ടെന്ന് അവരെ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് അവൻ്റെ അമ്മ പറയുന്നത്. അത് അവളുടെ അച്ഛൻ കേൾക്കേണ്ടെന്ന് കരുതി അവൾ പുറത്തേക്ക് പോകും. പക്ഷേ ഫോണിലൂടെയാണ് പറഞ്ഞതെങ്കിലും അതെല്ലാം അവളുടെ അച്ഛൻ കേട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. അവളുടെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവർ കാരണമാണ് ഷെൻമിയാൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഫൂയുടെ ഫാമിലി ഇവളെ ചുമ്മാ കളിയാക്കുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവനെ കല്യാണം കഴിച്ചിരിക്കുന്നതും എന്നൊക്കെ ഉള്ള പഴി അവൾ കേൾക്കേണ്ടി വരുന്നത് ഇവരുടെ കുടുംബം കാരണമാണെന്ന് അവളുടെ അച്ഛൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിക്കുന്നുണ്ട്. എനിക്കൊരു വിൽപത്രം എഴുതണം എന്നാണ് അച്ഛൻ പറയുന്നത്. പെന്നി അവിടെ നിന്ന് നേരെ വരുന്നത് വീട്ടിലേക്കാണ്. ഇവളുടെ രണ്ടാം അമ്മ അവിടെ വീട്ടിലുണ്ടല്ലോ, സൂലാൻ. അവരുടെ അടുത്ത് വന്ന് ചോദിക്കും, എന്തിനാണ് ഫൂ ഫൗണ്ടേഷൻ്റെ നിന്ന് പൈസ വാങ്ങിയത്? ഇവളുടെ രണ്ടാനമ്മയാണ് യാതൊരു കൂസലും ഇല്ലാതെ പറയും, നീ ഫൂയുടെ ഒഫൻഡ് ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വാങ്ങിയ പൈസ എടുത്ത് ഞാൻ എൻ്റെ കടമെല്ലാം വീട്ടി. ഷെൻമിയാൻ പറയും, ഇങ്ങനത്തെയുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് നോക്കണ്ട. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, പൈസ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഡീസൻസി ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പൈസ ഒപ്പിക്കാനായിട്ട് നോക്ക്. അവളുടെ രണ്ടാനമ്മയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇവളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ്. എന്നാലും അവർക്കൊരു കുലുക്കവും ഇല്ല. അവരുടെ ശ്രദ്ധ ഇപ്പോഴും അവരുടെ കയ്യിൽ നെയിൽസ് നന്നായിരിപ്പുണ്ടോ എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഷെൻമിയാൻ്റെ അച്ഛനെ കാണാനായിട്ട് അഡ്വക്കേറ്റും അവളുടെ രണ്ടാം അമ്മയും കൂടി വന്ന് നിൽപ്പുണ്ട്. അഡ്വക്കേറ്റ് പറയും,
ഇയാൾ ഇപ്പോൾ ഉടനെ തീരും. ഈ അഡ്വക്കേറ്റും രണ്ടാനമ്മയും തമ്മിൽ ഒരു അഫയർ ഉണ്ട്. രണ്ടാനമ്മ പറയും, എന്നാൽ ഇയാൾക്ക് എങ്ങനെയാണ് ഉള്ള പ്രോപ്പർട്ടി മുഴുവൻ ഷെൻമിയാൻ്റെ പേരിൽ എഴുതി വെക്കാൻ കഴിഞ്ഞ്? അപ്പോൾ എൻ്റെ മോളുടെ പേരിലൊന്നും വേണ്ടെന്നാണോ? എന്നിട്ട് അവർ പറയും, നമുക്ക് ഉടനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അഡ്വക്കേറ്റ് പറയും, നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടല്ലോ. ഇയാൾ മരിച്ചതിന് ശേഷം നമുക്ക് ഒളിച്ചും പാത്തും ഇങ്ങനെ ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ എന്നും പറഞ്ഞ് രണ്ടാനമ്മ അയാൾക്കൊരു കിസ് കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോവും. പക്ഷേ ആ റൂമിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് അവർ രണ്ടും ശ്രദ്ധിച്ചില്ല. പെണ്ണി അവളുടെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തിയാണ്. ഓരോരുത്തർക്കും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആദ്യം അവൾ വിളിക്കുന്നത് ലിയാങ്ങിനെയാണ്. നമുക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് ക്യാഷ് ഉണ്ടോ കയ്യിൽ? അവൻ ചോദിക്കും എത്രയാണ് വേണ്ടതെന്ന്. അവൾ കാര്യം പറയുമ്പോൾ, നമ്മുടെ സ്റ്റുഡിയോ ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അത്രയും പൈസ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ നമുക്കത് വിൽക്കേണ്ടി വരും. അപ്പോൾ ഷെൻമിയാങ് പറയും, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വേറെ വഴി നോക്കട്ടെ. അവൾ എന്നിട്ട് ഗ്രാൻഡ് പേ ഒന്ന് വിളിച്ച് നോക്കുകയാണ്. പക്ഷേ ഗ്രാൻഡ് പേയിലെ കോളിലേക്ക് വിളിച്ചിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. വീണ്ടും ശ്രമിക്കുമെന്നും പറഞ്ഞിട്ട് കോൾ ഓട്ടോമാറ്റിക്കലി കട്ടാവുകയാണ്. കോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ നേരിട്ട് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടേക്ക് പോകുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ ഫൂയുടെ അമ്മ അവളെ തടയുകയാണ്. നീ ഞങ്ങളുടെ കുടുംബത്തിനൊരു ഡിസ്ഗ്രേസ് ആണ്, വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് അവൻ്റെ അമ്മ. അവൾ അവരുടെ കൈയൊക്കെ പിടിച്ച് കെഞ്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഓപ്പറേഷനാണ്, കുറച്ച് പൈസ വേണം എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പൈ ഇതൊക്കെ സഹിക്കും, പക്ഷേ ഞാനിതൊന്നും സഹിക്കില്ല. ഇനി ഇവിടെ നിന്നൊരു സിംഗിൾ പൈസ നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. അതുപോലെ ഇനി ഗ്രാൻഡ് പൈയുടെ കൈയും കാലും പിടിച്ച് ഓരോന്നും നേടിയെടുക്കാമെന്ന് നീ കരുതുകയും വേണ്ട. അത്രയൊക്കെ പറഞ്ഞ് ഗേറ്റ് വലിച്ചടച്ചിട്ട് അവൻ്റെ അമ്മ അകത്തേക്ക് കയറിപ്പോവും. അവൾക്ക് ആകെ അങ്ങ് വിഷമായി പോകും. ഈ ഒരു അവസ്ഥയിൽ അവളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലല്ലോ എന്ന് അവൾ കരുതി അവിടെ ഇരുന്ന് കരയാണ്. പിറ്റേ ദിവസം രാവിലെ ഫോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. പെന്നി ഒന്ന് പിണങ്ങിപ്പോയതിനു ശേഷം ഇവനെ വിളിച്ചിട്ടില്ല. ഇവനാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ കോൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോഴാണ് പെന്നിയുടെ കോൾ അവന് വരുന്നത്. പെന്നി ഇനി എന്നോട് ദേഷ്യത്തിലാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും മറുപടി പറയാതെ, എനിക്ക് 1 മില്യൺ പൈസ വേണം, തരാവോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഉറപ്പായും, പിന്നെന്താ, ഞാനത് നിനക്ക് തിരിച്ചു തരും. ബാക്കി എന്തെങ്കിലും അവൻ പറയുന്നതിന് മുന്നേ തന്നെ അവൾ കോൾ കട്ട് ചെയ്യുകയാണ്. അവൻ മനസ്സിൽ വിചാരിക്കും, ഇവക്ക് എന്തിനാ ഇത്രയും പൈസ ഇപ്പോൾ പെട്ടെന്ന്? അവളുടെ സ്റ്റുഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് സെക്രട്ടറിയെ വിളിച്ചും കൊണ്ട് അവളുടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവിടെ പെന്നിയില്ല അവളുടെ ഓഫീസിൽ. പക്ഷേ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ പ്രഗ്നൻറ്റ് വിമണിന് വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്ക് കാണും. അവനതെടുത്ത് നോക്കുകയാണ്. അവളുടെ ഓഫീസിൽ അവളില്ലാത്തത് കൊണ്ട് തന്നെ ലിയാങ്ങിൻ്റെ ഓഫീസിലേക്കാണ് അവൻ നേരെ വരുന്നത്. അവിടെ വന്നിട്ട് അവൻ ബ്ലണ്ടായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ലാസ്റ്റ് ടൈം സെക്സ് ചെയ്തത് എപ്പോഴാണ്? അപ്പോൾ ലിയാങ്ങിൻ്റെ മുഖം പോകുന്നത് ഭയങ്കര ഫണിയാണ് കേട്ടോ. അവൻ മനസ്സിൽ വിചാരിക്കും, പെന്നി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ, ഞാനിപ്പോൾ എന്താ പറയണ്ടേ? 1 വർഷത്തിന് മുന്നേ എന്ന് പറയണോ, 1/2 വർഷത്തിന് മുന്നേ എന്ന് പറയണോ? അവനിപ്പം മനസ്സിലാണ് പറഞ്ഞെങ്കിലും അത് പുറത്ത് ഉറക്കെയാണ് പറഞ്ഞത്. ഫൂ ആണെങ്കിൽ അത് കേൾക്കും. എന്തായാലും 1 വർഷത്തിന് മുന്നേ ആണെന്ന് അറിയുമ്പോൾ തന്നെ ഫൂ അവിടെ നിന്ന് പോവാണ്. ലിയാങ് ആണെങ്കിൽ ഇങ്ങനെ തല കുനിച്ച് വെച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ തല നിവർത്തുമ്പോഴേക്കും ഫൂ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതേസമയം പെന്നിയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ഡോക്ടേഴ്സ് അവളുടെ അച്ഛൻ്റെ റൂമിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. അവൾ പേടിച്ചിട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയും, അകത്തേക്ക് കയറരുത്, ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തടസ്സപ്പെടും, അതുകൊണ്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറയും. അവൾ അവിടെ ഇരിക്കുമ്പോൾ ഇവരകത്ത് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പൾസ് കുറഞ്ഞു, CPR കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇവളിങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യും ടൈം ഓഫ് ഡെത്ത് 2:45. അത് കേൾക്കുമ്പോൾ അവൾ അവിടെ നിന്ന് അച്ഛാ എന്നൊക്കെ ഉറക്കെ വിളിഞ്ഞ് കരയുന്നുണ്ട്. ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്ന് അവൾ ആലോചിക്കുന്നുണ്ട്, അച്ഛൻ മരിക്കാൻ കാരണം ഞാനാണ്. ഇനി എനിക്കെന്തായാലും ഫൂ ഫൗണ്ടേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾ തിരിച്ച് വീട്ടിലേക്ക് വരും. നോക്കുമ്പോൾ ഫൂ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവളെ കാണുന്നതും അവൻ ഓടി വന്ന് ചോദിക്കും, നമുക്കൊരു ബേബി ഉണ്ടാവാൻ പോവുകയാണ് അല്ലേ? എന്നിട്ട് അവൻ പറയും, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ നിനക്ക് ഒരുപാട് ഹാർഡ് ടൈം തന്നു, നാളെ തന്നെ ഞാൻ ഷെൻമിയാനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. പെണ്ണിയാണെങ്കിൽ ആകെ എന്താ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവളുടെ അച്ഛൻ മരിച്ചു, പിന്നെ ഇവരുടെ കുടുംബത്തോട് നല്ല ദേഷ്യവും ഉണ്ടാവുക. അവൾ അവനോട് പറയും, കുഞ്ഞ് അത് നിൻ്റേതല്ല. അവൻ പക്ഷേ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. കുഞ്ഞെന്തായാലും ലിയാങ്ങിൻ്റേതാവാൻ ചാൻസ് ഇല്ല, ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നിന്നെ നന്നായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്തോളാം. അവളപ്പോൾ ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളായിട്ട് നിൽക്കുകയാണ്. ഉള്ളിൽ നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവുക. അവൾ അവനോട് പറയും, നിനക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എനിക്ക് 3-മതൊരാളില്ല എന്ന്? അത് കേൾക്കുമ്പോൾ അവൻ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഷെൻമിയാൻ പറയും, ഞാൻ നിൻ്റെ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്തായാലും ഞാൻ ആ പൈസ നിനക്ക് തിരിച്ചു തരും. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവനൊന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഷെൻമിയാൻ്റെ സിസ്റ്ററിനെയാണ്. അവളുടെ അമ്മ മനസ്സിൽ കുത്തിത്തിരികെ കൊടുത്ത വിഷം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നിൻ്റെ അച്ഛൻ ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല,
നിന്റെ ചേച്ചി ഷന്മിയ അവളെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ പ്രോപ്പർട്ടി മുഴുവൻ അവളുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നത്. നിനക്ക് അവകാശപ്പെട്ടത് നീ തന്നെ ഫൈറ്റ് ചെയ്ത് നേടണം. നമ്മുടെ ഭാഗ്യത്തിനാണ് നിന്റെ അച്ഛൻ്റെ ലോയർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നേട്ടത്. അതുകൊണ്ട് പ്രോപ്പർട്ടിയെല്ലാം ഇപ്പം നിന്റെ പേരിലായിട്ടുണ്ട്. ഇവള് വന്നിട്ട് ഇവളുടെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് കാട്ടിയത് അനീതിയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോ ഫ്രെയിം നിലത്തിട്ട് പൊട്ടിക്കുകയാണ്. പിറ്റേ ദിവസം ഷന്മിയാനും അവളുടെ സിസ്റ്ററും രണ്ടാനമ്മയും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ലോയർ വരും. ഇവരുടെ അച്ഛൻ എഴുതിയ വില്ല് അത് എല്ലാവരും കേൾക്കെ വായിക്കുകയാണ്. എൻ്റെ സ്വത്തിൻ്റെ അവകാശം, എൻ്റെ പ്രോപ്പർട്ടിയുടെ എല്ലാ അവകാശവും എൻ്റെ ഒരേ ഒരു മകളായ ഷൻ വുയാന് വേണ്ടി മാത്രമായിരിക്കും. എന്നിട്ട് ലോയർ ആ വില്ല് കൊണ്ടുവന്ന് ഷന്മിയാനെ കാണിക്കുന്നുണ്ട്. അവളത് മറിച്ച് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കും, എന്തുകൊണ്ടാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും തന്നെ വെച്ചിരിക്കാത്തത്. അപ്പോൾ ഷൻ വുയാൻ ഉടനെ പറയുന്നുണ്ട്, മിയാൻ, നീ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛന് തോന്നിക്കാണും ചിലപ്പോൾ നിനക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ തന്നെ സക്സീഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ നിന്നെ പോലെ അല്ലല്ലോ. ജനിച്ച കാലം തൊട്ട് എനിക്ക് അസുഖമാണ്, അതുമല്ല ഞാൻ വീക്കുമാണ്. അതുകൊണ്ട് അച്ഛനെ തോന്നിക്കാണും പ്രോപ്പർട്ടി മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വെക്കാനായിട്ട്. എന്നിട്ട് അവൾ പറയും, വില്ല പ്രകാരം ഈ വീടും സ്ഥലവും എൻ്റെയും അമ്മയുടെയും പേരിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ നിന്നോട് ഒരിക്കലും ഇവിടെ വരണ്ടെന്ന് അറിയില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വന്ന് കാണാം. നമ്മളും ഇപ്പോഴും നല്ലൊരു ഫാമിലി തന്നെയാണ്. അതായത് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് ഇറങ്ങി പോകാനായിട്ട്. പെന്നി ഇവൻ്റെ അവില്ലയുടെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ആണെങ്കിൽ അവിടെ വന്നിട്ട് അവളെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടേക്കും. അപ്പോൾ സെക്രട്ടറി വന്നിട്ട് ചോദിക്കും, സ്വന്തം വീട് പണി അടക്കുന്നിടത്ത് വന്നിട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആണെങ്കിൽ അവനെ പിടിച്ച് മാറ്റിയിട്ട് പറയും, അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇപ്പോൾ ഇഷ്ടമല്ല. അവൾ പ്രഗ്നൻറ്റും ആണ്. അതുകൊണ്ട് തന്നെ അവളെ അനോയ് ചെയ്യിക്കാനായിട്ട് ഞാനില്ല. പെട്ടെന്ന് പെന്നി അവിടെ തലറങ്ങി ചെയറിൽ വീഴും. എന്തുപറ്റി പെന്നി എന്ന് ആരോ ചോദിക്കുന്നത് കേട്ടിട്ട് ഇവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. അവളെയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കും. കുറേ കഴിഞ്ഞ് അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവൾ കണ്ണ് തുറന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇവൻ പെട്ടെന്ന് ചോദിക്കും, പെന്നി നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇവൻ ഭയങ്കരമായിട്ട് അവളെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവളിപ്പോഴും അവനോട് ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് നന്ദിയുണ്ട്, നിങ്ങൾക്കിപ്പോൾ പോവാം. അവളിങ്ങനെ കോൾഡായിട്ടാണ് അവനോട് സംസാരിക്കുന്നതെങ്കിലും അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ കൈ പിടിച്ചിട്ട് പറയും, എന്നെ റിജക്റ്റ് ചെയ്യല്ലേ. അന്ന് കാർ ക്രാഷ് നടന്ന സമയത്ത് നീ എനിക്കൊരു പ്രോമിസ് തന്നായിരുന്നു, ഞാൻ മരണത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്യേണ്ട, പകരം ഇനിയുള്ള നാളുകൾ സ്നേഹത്തോടെ കഴിയാം. ഇനിയിപ്പോൾ ആ ബേബി എൻ്റേതല്ല വേറെ ആരുടേതാണെങ്കിലും അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ കണ്ട് നമുക്ക് വളർത്താം. പക്ഷേ അവളടുക്കുന്നില്ല. അവൾ വീണ്ടും പറയും, മിസ്റ്റർ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. എനിക്കറിയായിരുന്നു ഇത് തുടക്കം മുതലേ ശരിയല്ലെന്ന്. എന്നിട്ട് അവൾ അവളുടെ കൈ പിടിച്ച് മാറ്റും. പിറ്റേ ദിവസം അവൾ ഗ്രാൻഡ് പേ കാണാനായിട്ട് പോകുന്നുണ്ട്. ഗ്രാൻഡ് പേ ഇവളോട് സോറി പറയും, എല്ലാം അയാളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഞാൻ നിന്നെ അവനോട് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ് പാ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ ഗ്രാൻഡ് പാ പറയും, എനിക്കറിയാം നീ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന്, പക്ഷേ കുറച്ച് ദിവസത്തിനകം ഞങ്ങളുടെ ഹോളിഡേ ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. നീ അവിടെ പോയി കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. നീ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും നിനക്ക് ഡിവോഴ്സ് വേണമെന്ന അഭിപ്രായമാണെങ്കിൽ ഞാൻ പിന്നെ നിന്നെ പിന്തിരിപ്പിക്കാനായിട്ട് വരില്ല. ആണെങ്കിൽ പാർട്ടിയെക്കുറിച്ചും വരുന്ന ഗസ്റ്റിനെ കുറിച്ചും ഒക്കെ സെക്രട്ടറിയോട് അന്വേഷിക്കുന്നുണ്ട്. അവനാണ് ആ ഹോട്ടലിലേക്ക് വന്നതേ ഉള്ളൂ. അവിടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഷെൻമിയാൻ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. പക്ഷേ അത് കണ്ടില്ല. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.